ശ്രീ പ്രശാന്ത്, ഈ പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം. തീവ്രവാദത്തിനെ വളർത്തി ആ രാജ്യം കുട്ടിച്ചോറാക്കിയവരാണ് അവർ. അതായത് അവരുടെ ധനവിനിയോഗം മുഴുവൻ തീവ്രവാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇതേ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ബംഗ്ലാദേശും പോകുന്നത്. ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള രീതിയിൽ തന്നെ നിലയുറപ്പിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ അവിടെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇത് ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഏത് തരത്തിൽ ഈ ബംഗ്ലാദേശിലേക്കുള്ള ഒരു കടന്നുകയറ്റം നടത്തും എന്നുള്ളതും ലോകം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിന് ഈ ഫെബ്രുവരി 20 പകുതിയോളം, അതായത് 25 അകത്ത് അവിടെ ചെന്ന് അവിടുത്തെ പട്ടാള ജനറൽ ആണ് ഇന്നലെ ഔദ്യോഗികമായിട്ട് സംസാരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൊണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാനിൻ്റെ പട്ടാളം ബംഗ്ലാദേശിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമങ്ങളിലൊക്കെ, ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. യൂനസ് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവിടുത്തെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. അതൊരു പക്ഷേ എത്ര പേരാന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടില്ല. ഏതായാലും അവിടുത്തെ ക്യാപ്റ്റൻ അങ്ങനത്തെ റേഞ്ചിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും അവിടെ വരുന്നത്. അതായത് 1971 അവിടുന്ന് അടിച്ചു ചാടിച്ച് വിട്ട ഒരു സംവിധാനത്തെ വിളിച്ചു വരുത്തി കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. 71 സ്വാതന്ത്ര്യം കിട്ടി, അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗത്തെ ഉരുത്തിരിച്ച് അവിടുത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഇന്ത്യയുടെ ഭാഗം നിന്ന് ഇന്ത്യ സഹായത്തോടുകൂടി ഉരുത്തിരിച്ചെടുത്ത് കൊടുത്തതാണല്ലോ. അവരെ പിന്നെ 75 അദ്ദേഹത്തെ ഇപ്പം നമ്മുടെ ഈ ഹസീനയുടെ കുടുംബത്തെ ഒരു 10-40 പേരെ ഒന്നിച്ച് അന്നൊരു അട്ടിമറി നടത്തി കൊലപാതകം നടത്തിയൊക്കെ ഉണ്ട്. അതിനകത്ത് ഹസീന അന്ന് വെളിയിൽ പഠിക്കുന്നതുകൊണ്ടും അതിനുശേഷം നമ്മൾ അവർക്ക് അഭയം കൊടുത്തുകൊണ്ടും അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് വീണ്ടും അതേ ഒരു അവസ്ഥയിലേക്ക്, അതേ അവസ്ഥ ഉരുത്തിരിച്ചു. അതിനകത്തും അവരെ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടുത്തി. അവരെ ഇപ്പോഴും കൊന്നുപോയതിന് നമ്മളും രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ മനസ്സിലാക്കി അവിടുന്ന് അവരെയൊക്കെ വളരെ കൃത്യമായിട്ട് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോരുമായിരുന്നു ഉള്ളതാണ് നമ്മുടെ. പിന്നെ ആ വരുന്ന സമയത്ത് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചൈന ശ്രമിച്ചതാണെന്നാണ് റിപ്പോർട്ട്, അനൗദ്യോഗികം അത്. അപ്പം നമ്മുടെ റാഫേൽ വിമാനങ്ങൾ അതനുസരിച്ച് പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടുവരുന്നതാണല്ലോ. ഇപ്പം അതിനുശേഷമുള്ള ഒരു താൽക്കാലിക സംവിധാനം, ആ സംവിധാനമാണ് ഇതെല്ലാം ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബംഗാളും പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ളൊരു ബന്ധം അറിയില്ല. ഈ രണ്ട് നമുക്ക് തന്നെ അറിയാം, ഉമ്മരെ തിരിച്ചറിയാൻ പറ്റും. സാർ പറയത്തില്ല, ഈ ഉമ്മരെ തിരിച്ചറിയാൻ പറ്റത്തില്ല, കണ്ടാൽ ഒരുപോലെ ഇരിക്കുക. അപ്പോൾ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഇവർ രണ്ട് സംസാരിക്കുന്ന ഭാഷ, അപ്പോൾ ഇവർ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന ഒരു കാലമാണെങ്കിൽ പോലും ഇന്ത്യയുമായിട്ടൊരു ബന്ധം, അല്ലെങ്കിൽ സംസാരത്തിലും അവൻ്റെ ബോഡി ലാംഗ്വേജിലും ബാക്കിയുള്ളത്തെ പാകിസ്ഥാനികളെ സാർ കണ്ടിട്ടില്ല, ആജാനുബാഹുക്കളാണ്. ഇവിടെ ഉള്ളവർ ഇവരെ തിരിച്ചറിയുന്ന തന്നെ ഇവർ വലിപ്പത്തിൽ കുറവാണ്, ഈ നമ്മുടെ ഈ പശ്ചിമ ബംഗാളിലെ കൂട്ട്. അപ്പോൾ ആ ഒരു സാമ്യം പലതിനകത്തും ഉണ്ട്. ഇവരെ അവർ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഈ രണ്ട് ആയിട്ട് വിഭജിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് പ്രവിശ്യകളായിട്ട് ഈ രണ്ട് പ്രദേശത്തെ ആൾക്കാർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് പോകുന്ന ഏതോ രണ്ട് വർഗമായിട്ടാണ്, അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയില്ല. അതായത് അതിനെ ഉരുത്തിരിച്ച് ആദ്യം ഉരുത്തിരിച്ച് കൊടുത്ത കാലഘട്ടത്തിൽ പട്ടിണി കിടന്നപ്പോൾ നമ്മൾ പിള്ളേരുടെ ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് വിറ്റും, അല്ലെങ്കിൽ ഏതവസരത്തിൽ നമ്മൾ സഹായിച്ചും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ കരകയറ്റിയും സാമ്പത്തികമായിട്ട് സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആ രാജ്യത്തിനകത്ത് നമ്മളോടൊരു പ്രത്യേക സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ ആ പല ഘട്ടങ്ങളിലും പല സമയത്തും ഇവിടെ പലരും വലിഞ്ഞു കയറിയിട്ട് അവരെയൊക്കെ ഈ കാർഡുള്ള അഭയാർത്ഥിയായാലും കാർഡില്ലാത്ത അഭയാർത്ഥിയായിട്ടും ഒക്കെ നമ്മളിവിടെ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അപ്പം പിന്നെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യമൊക്കെ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലെടുത്ത് ആദ്യമൊക്കെ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ നോക്കുമ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനോടെ കളിക്കുന്ന ഇന്ത്യക്കാർക്ക് ബംഗ്ലാദേശ് ജയിക്കണമെന്നായിരുന്നു. പിന്നെ വന്നപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കും, ബംഗ്ലാദേശികൾ കാലക്രമേണ ഇങ്ങോട്ടുള്ള കാര്യം, ബംഗ്ലാദേശികൾക്ക് ഇന്ത്യ മാച്ച് ചെയ്യിക്കുമ്പോൾ ഒരു അസ്വസ്ഥത, പാകിസ്ഥാനെ കാട്ടിയുള്ള ഒരു അസ്വസ്ഥത. അതായത് ഈ ബംഗ്ലാദേശ് വിഭജനത്തിന്, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹം. ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം അന്ന് തൊട്ട് അതിൻ്റെ അകത്ത് ഒരു ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധത്തിന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, ഏതാണ്ട് ഇപ്പം 71 തൊട്ടുള്ള സംഭവമാണല്ലോ, അട്ടിമറി കഴിഞ്ഞതിന് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കാനും ആ കുത്തിത്തിരിപ്പ് ഒരു പരിധി വരെയെങ്കിലും കുറച്ചെങ്കിലും ഈ പറയുന്ന ബംഗ്ലാദേശികൾക്ക്
നമ്മളോട് എതിർപ്പ് വരുന്നതിനും കാരണമുണ്ട്. അതിപ്പോൾ പ്രത്യക്ഷത്തിൽ വന്നല്ലോ. അത് എത്രത്തോളം വലിപ്പത്തിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തുവായാലും അതിനകത്ത് നമുക്കെതിരെ ഉള്ള ഒരു ആശയവും അല്ലെ നമുക്കെതിരെ ഉള്ള ഉരുക്കവും വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന അസാരസ്യങ്ങൾ. അതിനകത്ത് എത്രത്തോളം ആൾക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർ ഒരു ഘട്ടത്തിൽ ഒരു 90-95% ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 50%-ത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ടാകും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ കാലത്ത് ഈ പറഞ്ഞതുപോലെ വേറെ ചില രാജ്യങ്ങളൊക്കെ നമ്മുടെ അതിർത്തി രാജ്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കാലിൽ വന്ന് വീഴുമ്പോഴും ഓരോ ആൾക്കാരെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ഒരവസരത്തിൽ മനസ്സിലാക്കിയാൽ നാളെ കാലത്തെ ഒരുപക്ഷെ നമ്മുടെ കീഴിൽ ഈ രാജ്യം വന്നാലും ഇവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്നും ഉള്ള കാര്യം ഇന്ത്യക്ക് മനസ്സിലാക്കാൻ വളരെ കൃത്യമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഈ പട്ടാളം അവിടെ കയറിയാലും നമ്മളെ ഒന്നും ചെയ്യാനും ഒന്നുമില്ല, ഉള്ള കാര്യമൊന്നും പറയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ. നാളെ കാലത്തെ ഇല്ല പണ്ടറിഞ്ഞ പണ്ട് കാരണവന്മാർ പറഞ്ഞാലും അറിയത്തില്ല. ഇപ്പം നീ എന്നെ ഒന്നും കാണിക്കാനില്ല, നമ്മുടെ സംവിധാനവും നമ്മുടെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് വലിപ്പത്തിലുള്ളതാണ്. കാരണം അവരവിടെ കയറി ട്രെയിനിങ് കൊടുക്കുമോ അല്ലെങ്കിൽ അവിടെ കയറി നിന്നാലോ ഒന്നും ഇപ്പം പാകിസ്ഥാനിൽ നിൽക്കുന്ന പട്ടാളം തന്നെയല്ലേ ഇവിടോട്ട് വന്ന് നിൽക്കുന്നത്. അല്ല നമ്മളെ കയറി ആക്രമിക്കാനൊന്നും ഇപ്പോൾ 2 പേരുടെ കൂടിയാലും നടക്കത്തില്ല. അല്ലെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കെൽപ്പ് നമുക്കുണ്ട്. ഈ കാലം ഇന്ന് പട്ടാളക്കാർ ഈ പാകിസ്ഥാനെ വിളിച്ച് വരുത്തിയോ നാളെ അമേരിക്കയെ വിളിച്ച് വരുത്തും, സംശയമില്ല. നേരത്തെ ബേസ് ചോദിച്ചത് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഹസീനെ അവിടുന്ന് മറിച്ചത്, അമേരിക്കയാ മറിച്ചെങ്കിൽ അത് നാളെ ബേസ് കൊടുക്കും എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഈ പറഞ്ഞതുപോലെ കുറ്റിയും മറിച്ച് പാനക്കും. ഇന്ത്യ മഹാരാജ ഇവിടെ വേണ്ടേ സാറേ? പണ്ടത്തെ ഇന്ത്യ അല്ല. ഇവനിവിടെ കയറി നമ്മളെ ഏതാണ്ടങ്ങ് കാണിക്കും, കോക്കറി കുത്തും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും കാണിച്ചാലും കോക്കറി കുത്തിയാൽ ബംഗ്ലാദേശിന് അങ്ങനൊന്നും നമ്മളോടൊന്നും കളിക്കാനൊന്നും ആയിട്ടില്ല. ബംഗ്ലാദേശും പാകിസ്ഥാനോടും കളിക്കാൻ വന്നാലും കളിക്കാനൊന്നുമില്ല. നമ്മൾ പിന്നില്ല പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ചിലർ പറയത്തില്ലേ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്ന പോലെ ഇന്ത്യ മഹാരാജ്യം ഇപ്പം ഭരിക്കുന്ന ആൾക്കാർക്ക് അല്ലെ മോദിക്ക് ആ ഭരണകൂടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വേറെ ആൾക്കാരുടെ ലക്ഷ്യം നടപ്പാക്കി പോകുന്ന ഇന്ത്യ മഹാരാജ്യവും കച്ചവടത്തിന് പണ്ട് ആൾക്കാർ ഉപയോഗിച്ച ഇന്ത്യ മഹാരാജ്യവും ഒന്നും അല്ലിത്. ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഭരണാധികാരി അതാ. ഇവിടുത്തെ കാര്യം നമ്മൾ തീരുമാനിക്കും. അമേരിക്കക്കാരനെ മൻമോഹൻ സിംഗ് അമേരിക്കക്കാർ തീരുമാനിച്ചതും അതിൻ്റെ മുമ്പ് പല ആൾക്കാർ തീരുമാനിച്ചതും പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കാത്തപ്പം നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പട്ടത്തിലുള്ള ഊച്ചാളികളെ വെച്ച് ആണുങ്ങളെ കളിയാക്കത്തില്ലേ? അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിനറിയാമല്ലോ. ഇപ്പം സാർ വളരെ മാന്യമായിട്ടുള്ള മനുഷ്യൻ, ആ റോഡിൽ നിൽക്കുന്ന ഒരു പരമ പോഷൻ സാറിനെ ചീത്ത വിളിക്കാമെങ്കിൽ കേൾക്കുന്നവൻ്റെ മുമ്പിൽ നമ്മളവനെ 2 അടിച്ചാലോ തൊഴിച്ചാലോ വല്ല കാര്യമുണ്ട്, നമുക്കല്ലേ അതിന് നാണക്കേട്. ഇതായിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ മിണ്ടുന്നില്ല. അവസാനം ഇതിന് തീരുമാനം ഉണ്ടാക്കേണ്ട ഒരു ഘടകം ആവശ്യം വരട്ടെ. നമ്മൾ ഈ ചീത്ത വിളിക്കുമ്പോൾ നമ്മളങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ അവൻ വന്ന് തോളയിലോട്ട് കയറുമെങ്കിൽ കാലെ വലിച്ചതിനകത്തൊരു അടി അടിക്കാം. അത് തോളെ കയറിയിട്ടാണ് ചെയ്തതെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണമല്ലോ. അല്ല സാറിപ്പോൾ അങ്ങോട്ട് പോവാം, സാറിന് വളരെ ആൾക്കാരെല്ലാം കൂടെ അംഗീകരിക്കുന്ന ഒരാളാണ്, സാറ് വളരെ മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അങ്ങോട്ട് കയറി അവനെയും ചീത്ത വിളിച്ച് അവൻ്റെ കുങ്ങായിക്കും കയറി പിടിച്ചാൽ ഇയാൾ ഇത്രയും മോശമായിട്ടുള്ള ആളായിരുന്നു. അതല്ല സാറ് പോവുക, ഒരു രീതിയിൽ സാറിനെ വീട്ടിൽ പോകാൻ സമ്മതിക്കത്തില്ല. സാറിനെ തോളെ കയറി അവിടെ തുടങ്ങി അന്നേരം പുള്ളി അത് വൃത്തികേടുകൊണ്ട് ചെയ്ത് എന്ത് മാന്യമായിട്ടുള്ള മനുഷ്യനായിരുന്നു അയാൾ, എന്തോ ഈ അതിക്കുള്ളിൽ ഇങ്ങനെ ഈ 2 സംസ്ഥാനം. ഇപ്പം ഇന്ത്യയുടെ കാര്യം ഇതല്ല. ഇന്ത്യയിലേക്ക് എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് തടസ്സം നിൽക്കാനാണ് ഈ പ്രവൃത്തികൾ മൊത്തം. അതിന് യൂനസ് പട്ടാളത്തെ വിളിച്ചാലും അമേരിക്കയെ വിളിച്ചാലും റഷ്യയെ വിളിച്ചാലും ഇങ്ങോട്ട് കയറി നമ്മുടെ അതിർത്തിയെല്ലാം കൃത്യമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അപ്പം പാകിസ്ഥാൻ അതിർത്തി പോലെ തന്നെ അഫ്ഗാൻ അതിർത്തി വളരെ കൃത്യമായിട്ട് ഇപ്പം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചൈനയുടെ കാര്യം അറിയാമല്ലോ. ചൈനയുടെ അതിർത്തി നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ നമ്മുടെ പെട്രോളിങ് മ്യാൻമർ അതിർത്തി നമ്മൾ കെട്ടി അടച്ചു. ഇപ്പോൾ നമ്മുടെ അതിർത്തികളെല്ലാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അശ്രദ്ധകളെല്ലാം മാറി. അതും ഒരു ഗുണമാണ്. അശ്രദ്ധകളെല്ലാം മാറി. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്താൽ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് അടിച്ചേ വെക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറി അടിച്ചിട്ട് നമ്മുടെ പുറത്തൊരു അലിഗേഷൻ ഉണ്ടാക്കി നമ്മുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിനും ഒക്കെയുള്ള സംവിധാനത്തിന് കുറവ് വരുത്താനും നമ്മളെ അതിൻ്റെ പുറത്തൊരു ബാൻ ഏർപ്പെടുത്താനും നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കാനും ഉള്ള ശ്രമം അത് വേണ്ട. അതിനുവേണ്ടിയായി പണിയെല്ലാം എന്നറിയാം. അത് അനുവദിക്കത്തില്ല. അതാണ് നരേന്ദ്രമോദിയുടെ ലൈൻ. അല്ലാതെ യുവമാർ നമ്മളെ ഒന്നും ചെയ്യാനില്ല. ഏത് പട്ടാളത്തിന് ട്രെയിനിങ് കൊടുത്താലും അതിനകത്ത് ഇരിക്കുന്ന പട്ടാളക്കാർക്കല്ലേ കൊടുക്കാൻ പറ്റൂ, ബംഗ്ലാദേശികൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ. കൊടുത്തോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.